ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 3 ശ്ലോകം 7. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവൻ ക്ഷേത്രപ്രാപ്തൗ കരമപി ജതേ പൂജനവിധോ ഭവൻ മൂർത്യാലോകേ നയനമധതേ പാദ തുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. ശ്രീഹരേ നമഃ. ക്ലേശാൻ വിധൂയമേ ചരണയുഗ്മം. രോഗങ്ങൾ മാറ്റി എൻ്റെ 2 കാലിനും ഭവൻ ക്ഷേത്രപ്രാപ്തവും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും കരം തേ പൂജനവിധോ അപിച്ച കയ്യിന് നിന്തിരുവടിയുടെ പൂജ ചെയ്യാനും നയനം ഭവൻ മൂർത്തിയാലോകേ കണ്ണിന് നിന്തിരുവടിയുടെ തിരുടൽ കാണുവാനും അധ ഘ്രാണം തേ പാദ തുളസീ പരിഘ്രാണേ പിന്നെ മൂക്കിന് നിന്തിരുവടിയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരാനും ശ്രവണം തേ ചാരുചരിതേ കാതിന് നിന്തിരുവടിയുടെ മധുരകഥ അഭി കേൾക്കുവാനും ധൃതരസം ഗുരു ഉത്സാഹമുണ്ടാക്കിത്തരണേ. കാല് കൈ എന്ന കർമ്മേന്ദ്രിയങ്ങൾക്കും കണ്ണ് കാത് മൂക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ നേരെ താല്പര്യം ജനിച്ചു തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അന്ധകരണത്തിൽ ഭഗവാന്റെ സച്ചിദാനന്ദ രൂപം തെളിഞ്ഞു വിളങ്ങുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആ സ്വരൂപം അന്തരംഗത്തിലൊന്ന് തിളങ്ങിക്കാണുമ്പോഴാണ് സർവഭാഗ്യങ്ങളും ഉണ്ടാവുക. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമാറാകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹേ ഭഗവാനെ, എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പരിഹരിച്ചിട്ട് അങ്ങയുടെ നിവാസസ്ഥാനമായ ഈ ക്ഷേത്രത്തിലെത്തുവാൻ എൻ്റെ 2 പാദങ്ങളെയും കരുത്തുള്ളതാക്കണേ. എന്നെ രോഗപീഠയിൽ നിന്നും കാക്കണേ. കൈകളെയും അങ്ങയുടെ പൂജാവിധികളിൽ ഉള്ളതാക്കി തീർക്കണേ. കൈകൊണ്ട് അവിടത്തേക്ക് മാല കോർത്ത് കെട്ടാനും ഉള്ള ഭാഗ്യം തരണമേ. അവിടുത്തെ പൂജ ചെയ്യാനുള്ള ഭാഗ്യം തരണമേ. അങ്ങയുടെ പവിത്രമായ വിഗ്രഹം കാണാൻ എൻ്റെ ഈ 2 കണ്ണുകളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാൽക്കൽ കിടക്കുന്ന തുളസിയുടെ പരിമളം ആസ്വദിക്കാൻ എൻ്റെ മൂക്കിനും ഭാഗ്യം തരണമേ. അങ്ങയുടെ മധുരമായിട്ടുള്ള ചരിതങ്ങൾ ശ്രവിക്കുവാൻ എൻ്റെ ചെവികൾക്കും ഉത്സാഹവും ആസക്തിയുമുള്ളവയാക്കി തീർക്കണമേ. അങ്ങനെയായെങ്കിൽ മാത്രമേ എനിക്ക് അവിടുത്തെ ഒരു ഭക്തനായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അതിന് അവിടുത്തെ ആ കൃപ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ കൃപ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ഫലാസക്തി കൂടാതെയുള്ള കർമ്മം ചെയ്യണം. അവിടുത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ പാദചരണങ്ങൾ സർവം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പാദപൂജയാകുന്നു. ആ വിഗ്രഹം കാണാനും രോഗദുരിത കഷ്ടപ്പാടുകളിൽ നിന്നും ഈ സംസാരക്കടലിൽ നിന്നും വിമുക്തി നേടുവാനും അവിടുത്തെ അനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. രോഗം മൂലം കഷ്ടപ്പെടാതെ തിരുനാമം ഉച്ചരിക്കുവാനും അവിടുത്തെ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ കോമളമായ ശരീരം ആ രൂപം ദർശിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.